ഇനി നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് നിങ്ങൾ ഒഴിവാക്കുക. തുടക്കക്കാർ മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു അബദ്ധമാണ്. ഹായ് ഫ്രണ്ട്സ്, 4 വീൽ പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയർ ഇടുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. അതായത് ഇട്ട ഗിയർ കൃത്യമായിട്ടും വീണോ, ഇനി ഒരു ഗിയർ ഇടുമ്പോൾ ഗിയർ മാറി മറ്റൊരു ഗിയറിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ, വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടായി നടു റോഡിലൊക്കെ വണ്ടി ഓഫായി പോകുന്ന സിറ്റുവേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ ഒരു വാഹനം ഓടിക്കുന്ന അവസരങ്ങളിൽ കൺഫ്യൂഷൻ ഇല്ലാതെ കൃത്യമായിട്ട് ഗിയർ എങ്ങനെ ഇടാം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഗിയറുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഓരോ എപ്പിസോഡായിട്ട് ഞാൻ ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക. വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഗുണമാകും. ഇനി നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് നിങ്ങൾ ഒഴിവാക്കുക. തുടക്കക്കാർ മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു അബദ്ധമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, എന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകൂ. പല ആൾക്കാരും ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ന്യൂട്രൽ എന്ന് പറയുന്ന പൊസിഷനെ കുറിച്ച് ഓർക്കാറില്ല. അതിന് ഉദാഹരണം പറയാം. ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടുമ്പോൾ, ഉദാഹരണം പറയാം, ഇതേ ഫസ്റ്റിൽ നിന്ന് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്നു, സെക്കൻഡ് ഇടുമ്പോൾ ഇത് ഇങ്ങനെ ഇടും. ഇങ്ങനെ ഇട്ടാൽ എന്താണ് സംഭവിക്കുന്നത്? ന്യൂട്രലിലേക്കാണ് വീഴുന്നത്. സെക്കൻഡ് ഗിയർ എവിടെയാണുള്ളത്? ഇവിടെയാണുള്ളത്. പല ആൾക്കാരും ഈ ന്യൂട്രൽ എന്നുള്ള പൊസിഷൻ മറന്നിട്ട് സെക്കൻഡ് ഗിയർ വീണു എന്നുള്ള ചിന്തയിൽ ക്ലച്ചിൽ നിന്ന് കാലയച്ച് വാഹനം മുന്നോട്ടായിട്ട് നീക്കാൻ ശ്രമിക്കും. വണ്ടി നീങ്ങാതെ റോഡിൽ നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്താണ് ഒരു ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്? ന്യൂട്രൽ എന്ന് പറയുന്ന പൊസിഷനെ കുറിച്ച് മനസ്സിലാക്കുക. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഒരു ഗിയർ എന്ന് പറയുന്ന സാഹചര്യമല്ല ഉള്ളത്, ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കുക. ഈ ന്യൂട്രൽ ഗിയറിന് മേളിലായിട്ട് 3 ഗിയർ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത്, ഇങ്ങനെ 3 ഗിയറാണ് ന്യൂട്രൽ ഗിയറിന് മേളിലായിട്ട് ഉള്ളത്. ഇനി ന്യൂട്രലിന് താഴെയായിട്ടോ സെക്കൻഡ്, ഫോർത്ത്, റിവേഴ്സ്, അങ്ങനെ ടോട്ടൽ 6 ഗിയർ ഉണ്ട്. ഈ 6 ഗിയറിൻ്റെ ഇടയിൽ ന്യൂട്രൽ ഉണ്ട്. ഈ ന്യൂട്രലും കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ഗിയറിലേക്കും പോകാൻ കഴിയൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ന്യൂട്രൽ എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ ഗിയർ ലിവറിൽ നോക്കുമ്പോൾ എവിടെയാണ്? അതായത് സെൻറ്ററായിട്ട് ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കുക, കണ്ടില്ലേ? ഈ ഒരു ഭാഗമാണ് ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉള്ളത്. നിങ്ങൾ ഫസ്റ്റ് ഗിയർ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്? നിങ്ങൾ നോക്കുക, ഇത് ന്യൂട്രലാണ് കിടക്കുന്നത്. ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ടത്, ഗിയർ ലിവർ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർക്കുക. അതായത് ന്യൂട്രലിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് മേളിലേക്ക് ഇട്ടാൽ ഫസ്റ്റ് ഗിയർ വീഴുന്നു. വീണ്ടും തൊട്ട് താഴോട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർത്ത് താഴോട്ട് വലിക്കുക. അപ്പോൾ ന്യൂട്രലിലേക്ക് വരുന്നു. വീണ്ടും തൊട്ട് താഴോട്ട് ഒന്നും കൂടെ ഇട്ടാൽ സെക്കൻഡ് ഗിയർ വീഴുന്നു എന്ന് മനസ്സിലാകുക. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ഫസ്റ്റ് ഗിയറിൽ നിന്ന് ന്യൂട്രൽ വന്നിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് വരാം. അപ്പോൾ 2 ഗിയർ ഇടുമ്പോഴും നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് ഓരോ ഗിയറും ഫസ്റ്റും സെക്കൻഡും ഇടുക. ന്യൂട്രൽ വരുമ്പോഴും ആ ഒരു രീതിയിൽ തന്നെ വരിക. ഇനി തേർഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കൺഫ്യൂഷൻ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഗിയർ ലിവർ ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കുക. അപ്പോൾ ന്യൂട്രലിലേക്ക് വരുന്നു. ന്യൂട്രലിലേക്ക് വരുമ്പോൾ തേർഡിലേക്കും ഫോർത്തിലേക്കും നമുക്ക് ഇടേണ്ട സാഹചര്യം വരുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഗിയർ ലിവർ ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ ചേർക്കാതെ ലിവർ സെൻറ്റർ ആക്കി വെച്ചുകൊണ്ട് മേലേക്ക് ഇടുക. അതായത് ലെഫ്റ്റും ചേരാൻ പാടില്ല, റൈറ്റും ചേരാൻ പാടില്ല. ഗിയർ ലിവർ സെൻറ്ററായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ചുമ്മാ ഇത് ഇങ്ങനെ ഒന്ന് തള്ളിക്കൊടുത്താൽ തേർഡ് ഗിയർ വീഴുന്നു. നിങ്ങൾ നോക്കുക, ഇപ്പോൾ തേർഡ് ഗിയർ വീണിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഫോർത്ത് ഗിയറിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗിയർ ലിവറിൽ ഇത്തരത്തിൽ തന്നെ കൈകൾ പിടിക്കുക. ഇത് ഇങ്ങനെ കൈ പിടിച്ചിട്ട് തൊട്ട് താഴോട്ടിട്ടാൽ ന്യൂട്രൽ വരുന്നു. ഗിയർ ലിവർ റൈറ്റോ ലെഫ്റ്റോ മാറാതെ കൃത്യമായിട്ടും സെൻട്രൽ പൊസിഷനിൽ നിന്ന് ഇത് താഴോട്ടിട്ടാൽ ഫോർത്ത് ഗിയർ വീഴുന്നു. അപ്പോൾ തേർഡിൽ നിന്ന് ഫോർത്തിലേക്ക് ഇടുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് ജസ്റ്റ് ഇതേ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഒരു സൈഡിലേക്കും ബലം പിടിക്കാതെ ഫ്രീ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് തേർഡും ഫോർത്തും നമുക്ക് ഇടാം. ഇത് നോക്കിയേ, വീണ്ടും നമുക്ക് ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ന്യൂട്രൽ, അതിനുശേഷം ഇതേ ഇത്രേ ഉള്ളൂ. തേർഡിലേക്ക് വളരെ സിമ്പിളായിട്ടിടാം. ഇനി റിവേഴ്സിലേക്ക് ഇടണമെന്നുണ്ടെങ്കിലോ വളരെ സിമ്പിളാണ്. നമ്മൾ തേർഡിൽ നിന്ന് വീണ്ടും ന്യൂട്രൽ വരുന്നു. റിവേഴ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റൈറ്റ് സൈഡിലേക്ക് ലിവർ ചേർക്കുക. ന്യൂട്രൽ വന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ലിവർ ചേർത്ത് പിടിക്കുക. കൈ പിടിക്കുമ്പോൾ ഏകദേശം റിവേഴ്സ് ഇടുന്ന സാഹചര്യങ്ങളിലും ഫിഫ്ത്ത് ഇടുന്ന സാഹചര്യങ്ങളിലും ഇങ്ങനെ തന്നെ കൈ പിടിക്കുക. അതായത് ഇതേ ഇങ്ങനെ അങ്ങ് ചേർത്ത് പിടിക്കുക, താഴോട്ടിടുക. കണ്ടില്ലേ, ഇപ്പോൾ റിവേഴ്സ് വേണം. ഇനി റിവേഴ്സിൽ നിന്ന് നമുക്ക് വീണ്ടും വാഹനത്തിൻ്റെ ഗിയർ ന്യൂട്രലിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതേ ജസ്റ്റ് മേളിലേക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ
ന്യൂട്രലിലേക്ക് വരുന്നു. ഇനി നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്ത് പോവുകയാണ്, 4th ഇങ്ങനെ പോകുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇനി 5th ഇടണം. 5th എവിടെയാണ് കിടക്കുന്നത്? ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ 5th വരണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഗിയർ ലിവർ ന്യൂട്രലിലേക്ക് വരിക. ഇതേ ന്യൂട്രലായിട്ട് വരുന്നു. പിന്നെ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിലേക്ക് ചേർക്കുക. റൈറ്റ് സൈഡിലേക്ക് ചേർത്തിട്ട് ഇതേ കൈ പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുക, മേളിലേക്ക് ഇടുക. കണ്ടില്ലേ? ഇപ്പോൾ 5th ഗിയർ വീണു. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും മനസ്സിലാക്കുക, സെൻട്രലായിട്ട് ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ട്. ഈ പൊസിഷൻ കഴിഞ്ഞിട്ട് നമുക്കൊരു ഗിയറിലേക്ക് പോകൂ. ഒരു ഗിയർ ഇടുമ്പോൾ ആദ്യം ഒരു ടക്ക് എന്ന് പറഞ്ഞ് തട്ടി വീഴുന്നത് എപ്പോഴും ന്യൂട്രലിലേക്കാണെന്ന് മനസ്സിലാക്കുക. ന്യൂട്രൽ കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടെ വലിച്ചിട്ടാലേ അടുത്തൊരു ഗിയറിലേക്ക്, ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് നമുക്ക് പോകാൻ കഴിയൂ. ഇനി 3rd 4th ഇടുമ്പോൾ എന്ത് ചെയ്യണം? ഗിയർ ലിവർ സെൻറ്റർ ആക്കുക. ലെഫ്റ്റോ റൈറ്റോ പോകാതെ ഫ്രീ ആയിട്ട് ഇതേ താഴോട്ടിടുക, മേളിലേക്ക് ഇടുക. ഇനി നമുക്ക് റിവേഴ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിലോ റൈറ്റ് സൈഡിലേക്ക് ലിവർ ചേർക്കുക, കൈ ഇങ്ങനെ പിടിക്കുക, താഴോട്ടിടുക ന്യൂട്രൽ വന്നതിന് ശേഷം. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഗിയർ ലിവറുമായിട്ട് ബന്ധപ്പെട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഈ മെത്തേഡ് അനുസരിച്ച് വാഹനം ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ വളരെയധികം ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് ക്ലാസ് എടുത്തു കൊടുക്കുന്നതാണ്, പല വീഡിയോകളും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കക്കാർ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളെ കുറിച്ച് എനിക്കൊരു ധാരണയുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്ന എപ്പിസോഡുകളായിട്ട് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളൊക്കെ ആയിരിക്കും ഒരു പക്ഷെങ്കിൽ അത്. എന്തായാലും തുടർന്ന് നിങ്ങൾ വീഡിയോ കാണുക, നിങ്ങളുടെ സപ്പോർട്ട് നൽകുക, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.